ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പരദീസവന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതര നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് 23-ാം സങ്കീർത്തനം ഏറ്റിയുള്ള കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ച വിരിച്ച പുൽത്തകിടുകളിൽ അവിടുന്ന് തന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ ആനയിക്കും. അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ, വിശുദ്ധ
യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞ്, എല്ലാവരും നേരത്തെ വീഞ്ഞ് ആദ്യം വിളവന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഈശോയുടെ സ്നേഹത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. കാരണം സായുജിന്റെയും മഞ്ജുവിന്റെയും ഏഴിന്റെയും വീട് നമ്മളിന്ന് ഈശോ മിശിഹായ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. ഇതൊരു കെട്ടിടമായിരുന്നു ഇതുവരെയും. എന്നാൽ ഇപ്പോൾ ഈ വെഞ്ചരിപ്പ് കർമ്മം കഴിയുമ്പോൾ ഇത് ഈശോയും കൂടി വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യമുള്ള ഭവനമായി തീരും. അപ്പൊ കെട്ടിടം ഭവനമായി തീരുന്ന സുന്ദരമായ നിമിഷമാണിത്. ഭവനം കെട്ടിടവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭവനം എന്ന് പറയുന്നത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരിടമാണ്. അവിടെ ഈശോയുടെ സാന്നിധ്യം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരിയേറെ കാലത്തെ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും സ്വപ്നങ്ങളുടെയും എല്ലാം നീക്കുവാക്കിയായിട്ടാണ് ഈ മനോഹരമായ ഭവനം പണിത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. എനിക്കറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും അത് എല്ലാവരും ഈ ഭവനത്തിൽ വന്നിരിക്കുന്നത് സന്തോഷം കൊണ്ടാണ്. ഞാനും തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. കാരണം നിങ്ങളുടെ അധ്വാനത്തിൽ തമ്പുരാൻ സംപ്രീതനായിരിക്കുന്നു. ഇടവരിക്കും അപ്രകാരം തന്നെ ഇതൊരു ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആശീർവദിച്ച് ഇതിനെ വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങ് കുടുംബാംഗങ്ങളുടെ മധ്യ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമായി തീരട്ടെ. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഈ കുടുംബത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന എല്ലാ രൂപങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപങ്ങൾ ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നതിൽ ചെയ്ത മിശിഹായെ, അങ്ങയുടെ മക്കൾ നിരന്തരം അണയുവാൻ ഈ രൂപങ്ങൾ ഞങ്ങൾക്ക് പ്രേരണയുള്ളട്ടെ. ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരുടെ യാതനകൾ സ്വീകരിച്ച് അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ഈ കുടുംബാംഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാം. തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും എല്ലാം അവിടുന്ന് പ്രത്യേകമായി സംരക്ഷണം നൽകി കാത്തു പരിപാലിക്കും എന്നുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് ഇപ്പോൾ ഏറ്റുപറയാം. വിശുദ്ധ മാർഗരറ്റ് അലക്കോക്കമ്മ വഴിയായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തി അവിടുത്തെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിലേക്ക് ഈ കുടുംബാംഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥന ഏറ്റുകൊള്ളാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാർഗ്ഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിശ്വസിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തോടും കുടുംബാംഗങ്ങളോടും അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന സകലരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ഇവരെ ദീർഘകാലം സന്തോഷത്തോടെ സമൃദ്ധിയോടെ ഈ ഭവനത്തിൽ ജീവിക്കട്ടെ എന്നുള്ളതാണ്. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കില്ല, ചിലരെ കൂടുതൽ അനുഗ്രഹിക്കും. അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹം ഇവര് വഴി നമുക്ക് ലഭിക്കും. ഇവരുടെ വലിയ സന്തോഷത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുമോദനവും ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എനിക്ക് എല്ലാവരെയും പരിചയമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ചുപേരെ പരിചയം വന്നവാണെന്ന് പരിചയപ്പെട്ടു. അവരുടെയും ടീച്ചേഴ്സിന്റെയും ബന്ധുമിത്രാദികളുടെയും വ്യാപകക്കാരുടെയും എല്ലാവരുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ആശംസകളും നേരുന്നു. ഇവര് നമുക്ക് വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യട്ടെ. നല്ലൊരു നാമം കൊടുക്കാം.
Sing hallelujah to the Lord. 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 കുർബാനകൾ വന്നിട്ടുണ്ട്. അവരെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സായുധ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജസൂരിനെയും ജസൂരിന്റെ കുർബാനകളെയും Hallelujah to the Lord. Jesus has risen from the dead. Jesus has risen from the dead. Jesus has risen from the dead. Hallelujah. Sing hallelujah.
you're beautiful. You look like you should be a Tina or a Selena. So why you alone, girl? I just wanna know. Girl, I don't know what your name is, but I see you looking down. I really don't know what your man did, but he left you with a frown. I know my sound a little crazy, but please let me inside. I really don't know what the case is, but I want you to dry your eyes. No woman, no cry, no cry, 'cause tonight is gonna be alright. You're gonna be okay, 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 okay. No woman, no cry, no cry, 'cause tonight I'm gonna make it right. We're gonna be okay, 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 okay. Everything's gonna be okay. No woman, no cry. No, you look like you could be a Lisa or a Teresa. I don't think you know, but you should be with me. You look like you could be a Lindsay, maybe an Ashley. I'm in no hurry, I'm waiting patiently. No woman, no cry, baby, don't you cry. 'Cause tonight is gonna be alright. You're gonna be okay, okay, okay. Everything's gonna be okay, 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 yeah.